പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമെന്ന പ്രഥമാധ്യായത്തിലെ 31-ാമത്തെയും 32-ാമത്തെയും ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. നജ ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർജീവിതേന വാ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. നജ ശ്രേയഃ അനുപശ്യാമി ഹത്വാ സ്വജനം ആഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നഹ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈഹി ജീവിതേന വാ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ആഹവേ സ്വജനം ഹത്വാ അഹം ശ്രേയഃ ച ന അനുപശ്യാമി. ഹേ കൃഷ്ണ, വിജയം ന കാംക്ഷേ രാജ്യം ച സുഖാനി ച ന. ഹേ ഗോവിന്ദ, നഹ രാജ്യേന കിം ഭോഗൈഹി ജീവിതേന വാ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അർജുനൻ വീണ്ടും വിഷാദമഗ്നനായി ഭഗവാൻ കൃഷ്ണനോട് പറയുകയാണ്. അദ്ദേഹം തൻ്റെ ബന്ധുജനങ്ങളെ കണ്ട്, ഗുരുജനങ്ങളെ കണ്ട്, സഹോദരങ്ങളെയെല്ലാം യുദ്ധഭൂമിയിൽ കാണുമ്പോൾ അദ്ദേഹം ആകെ തളർന്നു പോവുകയാണ്. അവർ യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്, പോരടിക്കാനൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. ആ സമയത്താണ് അർജുനന് ഈ മാനസികമായ വ്യഥയുണ്ടാകുന്നത്. വീണ്ടും ഈ ശ്ലോകത്തിലൂടെ അർജുനൻ കൃഷ്ണനോട് ഇപ്രകാരം സമർത്ഥിക്കുകയാണ്. ഹേ കൃഷ്ണ, ഈ സ്വന്തക്കാരെ, സ്വജനങ്ങളെയൊക്കെ തന്നെ വധിച്ചുകൊണ്ട് നേടുന്ന ഈ വിജയമോ രാജ്യമോ മറ്റെന്ത് ഭൗതിക സുഖങ്ങളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെയൊക്കെ വധിച്ചുകൊണ്ട് നേടുന്ന ഈ രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം? ഈ യുദ്ധത്തിലൂടെ കൊന്നൊടുക്കിക്കൊണ്ട് നേടുന്ന സുഖങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടു തന്നെയും എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനവും ഇല്ല തന്നെ എന്നാണ് അർജുനൻ സമർത്ഥിക്കുന്നത് ഇവിടെ.